മാർക്കോ 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 ദ മോസ്റ്റ് വയലന്റ് എവർ മൂവി ഇൻ മലയാളം. ദ മാർക്കോ സിനിമ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടോ. നമ്മൾ ആ ഒരു പറഞ്ഞ മോസ്റ്റ് വയലന്റ് മൂവി എവർ ഇൻ മലയാളം എന്ന് പറഞ്ഞ ആ ഒരു വിശേഷണം എന്തുകൊണ്ടും 100% കൊടുക്കാവുന്ന സിനിമയാണ്. ഞാൻ പക്ഷേ തിരുത്തും, ദ മോസ്റ്റ് വയലന്റ് മൂവി എവർ ഇൻ ഇന്ത്യൻ സിനിമ എന്നൊരു തിരുത്ത് ഞാൻ കൊടുക്കും. കാര്യം അത്ര ഗംഭീരമായിട്ട് ഞാൻ കില്ല് കണ്ടിട്ടുണ്ട്, ആനിമലും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്കൊരു ഗംഭീര ഒരു വയലൻസ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ ടെക്നിക്കൽ സൈഡാണെങ്കിലും ആക്ടിങ് സൈഡാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ് 18+ ആൾക്കാർക്ക്. അത്രയും സൂപ്പർബായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവസാനത്തോട് അടുക്കുന്ന സീനൊക്കെ എത്തിയപ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്ന് കണ്ണടച്ചാലോ എന്ന് തോന്നിപ്പോയി. അത്രയ്ക്കും വയലൻസ് പറഞ്ഞൊരു സിനിമ തന്നെയാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഉണ്ണി മുകുന്ദൻ എന്നൊരു ആക്ടർ. ഇപ്പോൾ മലയാളത്തിലെ ബെസ്റ്റ് ആക്ഷൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ആരെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ പേരാവും പറയാം. അത്ര ഗംഭീരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണ്. ഫിസിക്കലി ആണെങ്കിലും അദ്ദേഹം നല്ല ടോർച്ചർ അദ്ദേഹം ബോഡിയോട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്ര ഗംഭീരമായിട്ട് അദ്ദേഹം ആ ഒരു അറിയാലോ, നമുക്ക് ഫിസിക്കിൻ്റെ കാര്യത്തിൽ പുള്ളിയെ വെല്ലാൻ ഇപ്പോൾ മലയാളത്തിൽ ആരുമില്ല, അതൊന്നും വലിയൊരു തർക്കമില്ല. അപ്പോൾ ആ ഒരു ഈ ഒരു ക്യാരക്ടറിന്, മാർക്കോ എന്ന ക്യാരക്ടറിന് എന്തുകൊണ്ടും അനുയോജ്യൻ അദ്ദേഹം തന്നെയാണ്. മിഖായിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിലെ ആ മാർക്കോയേക്കാൾ ഒരു 10 ഇരട്ടി അല്ല 100 ഇരട്ടി സ്ട്രെങ്തോട് കൂടിയുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സൂപ്പർ. അതിൽ മാർക്കോയുടെ വില്ലനിസം അല്ല, നമ്മളൊരു ഹീറോയിസമാണ് കാണുന്നത്. ഇതിൽ അഭിനയിച്ച മറ്റ് ആക്ടേഴ്സ്, നമ്മുടെ സിദ്ദിഖ് ആണെങ്കിലും ജഗദീഷ്, ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളിയുടെ ക്യാരക്ടർ ആൻറ്റി ഹീറോ ലെവലിലൊക്കെ പുള്ളി, എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ അദ്ദേഹം മലയാളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഒരു കബീർ ദുവാൻ സിംഗ്, എൻ്റെ പൊന്നും മച്ചാനെ എന്താ പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ആ ചില സീനുകളിൽ അവിടെ കയറിപ്പോയ തല്ലാൻ തോന്നും നമുക്ക്. അത്രയ്ക്ക് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ പെർഫോമൻസ് ലെവൽ വേറെ ലെവൽ. മേക്കിംഗ് ഹനീഫ് അദേനി, ശരിക്കും പറഞ്ഞാൽ മിഖായലിൽ അദ്ദേഹത്തിന് അനുഭവിച്ച ക്ഷീണം അദ്ദേഹത്തിന് അത് തീർത്ത് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഗംഭീര സിനിമ, ഒട്ടും ലാഗോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇൻട്രോയിൽ വരെ ചെറിയ സംശയമൊക്കെ തോന്നി, ഇത് എങ്ങനെ ഇത്രയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല, കുറച്ചൊന്ന് കൂടി ഒന്ന് അപ്പാവേണ്ട സിനിമയാണ്. കാരണം അത്രയും എക്സ്പെക്ടേഷനും കാര്യങ്ങളോട് കൂടിയാണ് പ്രേക്ഷകർ ഇതിനെ സമീപിച്ചിട്ടുള്ളത്. കാര്യം നമുക്കറിയാമല്ലോ, കാരണം ഇത്രയും ഹൈപ്പിൽ വരുന്ന സിനിമകൾ ഒരു 100% വേണ്ട 99% ഫ്ലോപ്പ് ആവാൻ ചാൻസ്. പക്ഷേ ഈ സിനിമ എനിക്ക് ഫ്ലോപ്പ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. സൂപ്പർ. ആ ഒരു ഹൈപ്പിനോട് 100% നീതി പുലർത്തിയ സിനിമ എന്നേ പറയാനുള്ളൂ. ആ വയലൻസ് തന്നെയാണ്. നമ്മൾ KGF കണ്ട പോലെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് വയലൻസോ അങ്ങനത്തെ ഒരു ഡോമിനിങ് ഡോൺ ക്യാരക്ടറൊന്നുമല്ല. ബട്ട് ഇറ്റ്സ് ഡിഫറെൻ്റ് ഒരു പരിപാടി തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. സൂപ്പർ. മലയാളത്തിൽ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് മാർക്കോ. ഇനി അതിൻ്റെ സ്പിൻ ഓഫ് ഇനി അടുത്ത പാർട്ട് വരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. ബട്ട് വേണ്ട, ഇത് ഈ ഒരു സംഭവം മതി. ഇത് തന്നെ അദ്ദേഹം ഉണ്ണിമുകുന്ദൻ ചെയ്തു വെക്കാവുന്ന മാക്സിമം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഉണ്ണിമുകുന്ദൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഇത് വലിയൊരു എന്താ പറയുക, ഫസ്റ്റ് ഒരു 10 മൂവി എടുത്താൽ അതിൽ ടോപ്പ് 3 മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എടുത്ത് പറയാവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. ചില സമയത്ത് വണ്ടർ അടിച്ച് പോയി. ശരിക്കും പറഞ്ഞാൽ ചില സീൻ ബൈ സീൻ ഞാൻ ഉണ്ണിമുകുന്ദന് ഈ ജാതി പെർഫോമൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൊടുത്ത ക്യാരക്ടർ അദ്ദേഹം വൃത്തിയായി ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ചന്ദ്രു സെൽവരാജ് ഒരു രക്ഷയില്ല, സൂപ്പർ. കാരണം ഫ്രെയിം ബൈ ഫ്രെയിം നമുക്ക് പല സീൻസ് നമുക്ക് കണ്ണടച്ച് പോണോ, അത്രയ്ക്കും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അദ്ദേഹം ആ ഒരു സീൻസൊക്കെ, ഓരോ സാധനങ്ങൾ ഫുള്ള് പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. രക്ഷയില്ലാതെ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും ഒരു തവണ കൂടി പോയി കാണുന്നുണ്ടേ. പക്ഷേ എങ്ങനെ ഈ ഒരു ലാസ്റ്റ് ഞാൻ കണ്ണടച്ചു പോകും. കാര്യം നമ്മൾ വയലൻസ് മൂവിയൊക്കെ കാണാം, അത്രയൊക്കെ വലിയ എക്സ്പ്രഷനൊക്കെ പോയി. പക്ഷെ ചില സൈൻസൊക്കെ നമുക്ക് അതിനുള്ളിൽ ഇരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അത്രയ്ക്ക് ചെയ്തിട്ടുണ്ട്. നല്ല എഫേർട്ട് തന്നെയാണ്, നല്ല എഫേർട്ടാണ്, ഗംഭീര എഫേർട്ടാണ്. ഇതിനകത്ത് നെഗറ്റീവ് അടിക്കുന്നവന്മാരോട് ഒന്നേ പറയാനുള്ളൂ, പോയി വല്ല പണി നോക്ക്. അല്ല, പിന്നെ അത്രേ പറയാനുള്ളൂ. കാര്യം അത്ര എഫേർട്ട് എടുത്തിരുന്ന കാര്യത്തിൽ യാതൊരു സംശയമാണ്. നല്ല രീതിയിൽ ചില സിനിമകൾ വയലൻസ് സിനിമയാണ്, നമ്മൾ അറിയാമല്ലോ, അങ്ങനെ ഒരു ലെവലിലേക്ക്. പിന്നെ വലിയ സ്റ്റോറിയോ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നവന്മാർ ആ വഴിക്ക് പോകാതിരിക്കുക നല്ലത്. കാര്യം ഇത് അങ്ങനെ ഒരു സിനിമയാണ്. ലൈക്ക് നമ്മുടെ ഒരു എന്താ പറയുക, തിയേറ്ററിൽ നമുക്ക് ആർത്തുല്ലസിച്ച് വിസിലടിച്ച് കൈയടിച്ച് കാണാൻ പറ്റുന്ന സിനിമകളിൽ ഒരു സിനിമ തന്നെയാണ് ആക്ച്വലി. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം വരാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. ഇനി അദ്ദേഹം പാൻഡിയൻ ലെവലിലേക്ക് ഒരുപാട് റോൾസ് അദ്ദേഹത്തിന് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉണ്ണിമുകുന്ദൻ്റെ കരിയർ അറ്റ് ദ ടോപ്പ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ആക്ച്വലി ഇനി ആക്ഷൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തെ ഇപ്പോൾ നടത്തി വരാൻ ആരുമില്ല. യങ്സ്റ്റേഴ്സിൽ ആരും ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലെ എത്താൻ പോകുന്നില്ല അറ്റ് പ്രസൻറ്റ്. അത്ര ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. നിങ്ങളെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. മലയാളത്തിൽ നിന്നൊരു
വണ്ടടിച്ച് കാണാൻ പറ്റുന്നൊരു കിടിലൻ സിനിമ. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാം. ബട്ട് 18+, അത്ര അത് പ്രത്യേകം എടുത്ത് പറയാൻ കാര്യം വയലൻസ് ഞാൻ പറഞ്ഞില്ലേ. എന്തായാലും സൂപ്പറായിടേ. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ആ ഒരു ഐപ്പിൽ നിന്ന സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്, പേഴ്സണലി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൺടിൽ ദെൻ